എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ ഒരു ക്ലയന്റ് ആണ്. ഇവര് 1.5 വർഷം മുന്നേ അക്യുപഞ്ചർ ചികിത്സ സ്വീകരിച്ചതാണ്. ഇവരുടെ അനുഭവം ഒന്ന് കേട്ടു നോക്കാം. പറയൂ സ്മിതേച്ചി, എന്തായിരുന്നു അക്യുപഞ്ചറിനെ ഞാൻ വന്നിട്ട് പറയുന്നതിന് മുന്നേ അക്യുപഞ്ചറിനെ കുറിച്ച് അറിയായിരുന്നു? അക്യുപഞ്ചറിനെ പറ്റിയിട്ട് എനിക്കൊന്നും അറിയില്ല. ജിഷ പറഞ്ഞുതരാ എനിക്ക്, എന്നാൽ എനിക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല. എന്നിട്ട് അതിന്റെ മുന്നേ ഞാൻ ചികിത്സിക്കുന്നുണ്ട്. 12 കൊല്ലം ഹോമിയോ മരുന്ന് കുടിക്കുന്ന ആളേനു, ഹൈ BP ഏനു. ജിഷന്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ ജിഷ പറഞ്ഞ് എന്റെ ചികിത്സ വേണ്ടിക്ക് മരുന്നൊക്കെ നിർത്തണമെന്ന്. ഞാൻ എന്റെ മനസ്സിൽ നിന്ന് തോന്നി എല്ലാം മരുന്ന് നിർത്തി. ഹൈ BP മരുന്ന് വരെ ഞാൻ നിർത്തി. ജിഷന്റെ വന്ന് ജിഷ എന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത് എനിക്ക് നല്ല മാറ്റം വന്നു. അതെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യുപഞ്ചർ രീതി പ്രകാരം നിങ്ങളെ എനർജറ്റിക്കൽ ബോഡി ഉണ്ട്, നമ്മൾ ഫിസിക്കൽ ബോഡിയിലല്ല ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഉള്ളിൽ കെമിക്കൽസ്, മരുന്ന് പോലുള്ള കെമിക്കൽസ് കൊടുക്കുമ്പോൾ ഇതിന് ഫലം കിട്ടൂല. അതുകൊണ്ടാണ് പറയുന്നത് എന്ത് മരുന്നും നമ്മളിപ്പോ മനസ്സിന്ന് വിചാരിക്കുക ഇത് സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. എല്ലാവർക്കും പറ്റണം എന്നൊന്നുമില്ല. ആർക്കാണോ മരുന്ന് നിർത്തി ഇങ്ങനെ ഒരു ചികിത്സയിലേക്ക് വരുന്നത്. പിന്നെ ഞാൻ പറയുന്ന കാര്യമുണ്ട് 4G എന്ന് പറഞ്ഞിട്ട് അല്ലേ, വിശക്കുമ്പോ മാത്രം. അതും ഞാൻ ഫോളോ ചെയ്തിന്. ജിഷ പറഞ്ഞതനുസരിച്ച് എല്ലാം ഫോളോ ചെയ്തിന്. അതെനിക്ക് ശീലം. ഇപ്പം ഭക്ഷണത്തിന്റെ ആവശ്യമില്ല. അല്ല, അപ്പം വിശപ്പ് വളരെ കുറവല്ലേ? വിശപ്പ് നോക്കാൻ തുടങ്ങിയാലല്ലേ അറിയുന്നത് ഒരുപാട് ഭക്ഷണമാണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് അല്ലേ. ശരിക്കും നമ്മൾ അത് ഒരാൾ പറയുമ്പോഴാണ് നമ്മൾ നമ്മുടെ വിശപ്പിനെ നോക്കാൻ തുടങ്ങുന്നത് അല്ലേ. അതുവരെ ഞാനും അങ്ങനെ രാത്രി ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കലേന്. ഇതിൽ കയറിയതിന് ശേഷം രാത്രി എനിക്ക് ഭക്ഷണം വേണ്ട, ഉച്ചക്കുള്ള ഭക്ഷണമേ ഉള്ളൂ. അതുപോലെ തന്നെ സ്മിതേച്ചി, ഞാനും ഈ ഫൈബ്രോയിഡും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അക്യുപഞ്ചറിൽ പോകുന്നതിന് മുന്നേ, ട്രീറ്റ്മെന്റിന് പോകുന്നതിന് മുന്നേ 8 മണിക്ക് രാത്രി ഒക്കെ ഒരു പ്ലേറ്റ് ചോറുന്നു. എന്നോട് ഹസ്ബൻഡ് ഒരു നല്ലോണം കഴിച്ചാൽ ആരോഗ്യമുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഈ വേദന എന്ത് ചെയ്യും, കൂടും അല്ലാണ്ട് കുറയുന്നില്ല. ഞാനും ഇങ്ങനെ കുറേ മരുന്ന് കുടിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ ഞാനും വന്നത്. അതുകൊണ്ടാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞേ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. നിങ്ങൾ പറഞ്ഞു എനിക്ക് തടി കൂടുതലാണ് അല്ലെ, അങ്ങനെ തടി കൂടുതൽ, വയറ് എനിക്ക് കുറച്ച് കുറക്കണം, പിന്നെ കാലിന് വേദന, മെയിനായിട്ട് കാലിന് വേദന. അപ്പൊ നിങ്ങൾ ഈ റൂൾസ് ഫോളോ ചെയ്യും. അതുപോലെ 9 മണിക്ക് ഉറങ്ങുന്ന എല്ലാം ഫോളോ ചെയ്യാൻ തുടങ്ങിയാൽ വെള്ളം കുടിക്കും. പച്ചവെള്ളല്ലേ കുടിക്കല്? പച്ചവെള്ളം കുടിക്കും, പച്ചവെള്ളത്തിൽ കുളിക്കും, 2 നേരമുള്ള കുളിയും എല്ലാം. അത് 2 നേരമുള്ള കുളി ആദ്യമേ ഉണ്ടേനു. അതിനൊന്നും പ്രശ്നമില്ല. പച്ചവെള്ളം ഇപ്പൊ ചൂടുവെള്ളയെ കുടിക്കലില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞിരുന്നു, ഇതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും മെഡിറ്റേഷൻ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് നന്ദിയുണ്ട് നിങ്ങളോട്. ഞാൻ പറഞ്ഞ കാര്യം അതേപടി നിങ്ങൾ ഫോളോ ചെയ്തിന്. എല്ലാരും അത് ഫോളോ ചെയ്യുന്നില്ല. മിക്കവാർക്കും വേഗം റിസൾട്ട് കിട്ടണം, വേഗം. പക്ഷെ നിങ്ങൾ അന്ന് മുതൽ 1.5 വർഷത്തോളായി നിങ്ങൾ എന്റെ കൂടെ. അന്ന് മുതൽ നിങ്ങൾ ആ പറഞ്ഞ ഞാനൊരു മെഡിറ്റേഷൻ ലിങ്ക് ഒരാളത് അറിയുന്ന ഒരു വ്യക്തിന്റെ തന്നപ്പോ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യും. അന്നും ഇന്ന് നിങ്ങൾ ആ മെഡിറ്റേഷനിലും പോകുന്നുണ്ട്. എന്നെ കണ്ടതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടൊരു ഇത് വന്നിട്ടായിരുന്നു അല്ലെ, സ്ട്രഗിൾ സിറ്റുവേഷൻ. കാരണം വേറൊരാളാണെങ്കിൽ തകർന്നു പോകുന്ന ഒരു അവസ്ഥ, BP അപ്പുറം ഒരു BP ഉണ്ടെങ്കിൽ അതാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നിരുന്നു. എന്നിട്ട് പോലും നിങ്ങൾക്ക് ഒരു ലേശം ശരീരത്തിലൊരു മനസ്സിനോ ഒന്നും തട്ടില്ല. ശരിക്കും അത് ഈ അക്യുപഞ്ചറും ആ മെഡിറ്റേഷനും തന്നെയല്ലേ കേറിയത് കൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഞാൻ എന്തായിപ്പോ നനക്കെന്നെ അറിയില്ലായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ പോയില്ലേ. ശരിക്കും അതൊരു പിടിച്ചു നിൽക്കാൻ ഒരു ബലം തന്നത് ഒരു 2 കാര്യം തന്നെ. അതെ, മെഡിറ്റേഷന് അക്യുപഞ്ചർ കേറിയത് കൊണ്ട് മാത്രമാണ്. നിങ്ങള് ആ സിറ്റുവേഷൻ അറിഞ്ഞ ചേച്ചിമാരെല്ലാം ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടില്ലേ? അവർക്ക് റിക്കവർ ഇങ്ങോട്ടും അങ്ങോട്ടൊരു ബൂസ്റ്റ് കൊടുത്തോ? അങ്ങനെയല്ലേ കൊടുത്തോണ്ട്? കാരണം അവര് നിങ്ങളെ ആശ്വസിപ്പിക്കേണ്ട ആള് അവരാണ് തകർന്നിട്ടുണ്ടായത്. അപ്പൊ നിങ്ങൾ എങ്ങനെ ഇതിനെ ഇപ്പൊ കാണും? നിങ്ങളുടെ പണ്ടത്തെ ലൈഫും ഇപ്പോഴത്തെ ലൈഫും നോക്കുമ്പോ എല്ലാവർക്കും ഈ ഒരു അറിവിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും സുഖമല്ലേ ഈ ലോകത്ത്? പണ്ടത്തെ ലൈഫിനെക്കാട്ട് എത്രയോ മാറ്റാൻ ഇപ്പോഴത്തെ ഈ ഇതിൽ വന്നതിന് ശേഷം എനിക്ക് നല്ല സന്തോഷാന്നുള്ളത്. മറ്റങ്ങനെയല്ലേനു ചിന്തിച്ച് ഞാൻ ഒന്നും അല്ലാണ്ടായിനേന്. ഇപ്പൊ ഇതിൽ കയറിയോണ്ട് എനിക്കെല്ലാം കൊണ്ട് സന്തോഷാണ്. ഭക്ഷണത്തിന്റെ പ്രശ്നം വരുന്നില്ല. ഇപ്പൊ ഭക്ഷണം നമുക്ക് കുറച്ചേ വേണ്ടു. മറ്റേ കൂടുതലും കഴിക്കുന്നുണ്ട്. എനർജി ഉണ്ട്. എനിക്ക് ആരോഗ്യമുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല ഹാപ്പിയാണ്. മറ്റങ്ങനെ ആവലില്ല. ഇതിൽ വന്നതിന് ശേഷം ഇതെല്ലാം വന്നത്. ഇപ്പൊ മരുന്ന് എന്ന് പറഞ്ഞ ഒന്നുമില്ല.
ഇനി പിന്നെ എല്ലാരും ഇതില് വന്നാല് എന്തെങ്കിലും വരുമ്പോ നിങ്ങൾ എന്റെ അടുക്ക ട്രീറ്റ്മെന്റ് വരേണ്ട ആവശ്യമൊന്നും വരത്തില്ല. എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ച് നിങ്ങൾ ആ ഒരു വിഷമം മാറില്ലേ? എനിക്ക് ഒന്ന് ആകെ ആ ചെയ്തത് മാത്രമേ ഒരു പ്രാവശ്യം കാലിന് വേദന കൊണ്ട് വന്നില്ല. രണ്ടോട്ടം ഈ 1.5 കൊല്ലത്തിനടക്ക് നേരെ മറിച്ച് വേറൊരു ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും കുറെ അല്ലെ നമ്മൾ ഓരോ കാര്യം വരുമ്പോ ഓടിപ്പോയി ട്രീറ്റ്മെന്റ് അല്ലെ പിന്നെ ഈ വേദന വന്നതിന് ശേഷം വീട്ടിലെല്ലാം വലിയ വഴക്കുണ്ടായിന്. ഡോക്ടറെ കാണിക്കണം ഇതിൽ മാറൂല. പക്ഷെ ഞാൻ പിടിച്ചു നിന്നുകൊണ്ട് എനിക്ക് നല്ല മാറ്റം വന്നു. നിങ്ങൾക്ക് അപ്പം മനസ്സിലാവുന്നില്ലേ ബോഡിയില് ആ ഒരു ചേഞ്ചസ് വരുന്നുണ്ട്. ഈ ഒരു ട്രീറ്റ്മെന്റ് എല്ലാവരും അറിഞ്ഞിരിക്കണമെന്ന് തോന്നുന്നില്ല? തോന്നുന്നുണ്ട്. എല്ലാരും ഇതിൽ വന്നാൽ എല്ലാരും മാറും. അപ്പൊ ഇത്രയല്ലേ ഉള്ളൂ. ശരിക്കും ഒരു ടെൻഷൻ ഒരു ടെൻഷന്റെ ആവശ്യം. എന്ത് രോഗം വന്നാലും എനിക്ക് ഇതിനിടക്ക് എന്ന് പറഞ്ഞാല് ചെവിയിൽ അസുഖം വന്നിനേനു. അത് 6 മാസം ഉണ്ടായിരുന്നു. അന്നേരം എനിക്ക് പേടിയോ കാര്യമൊന്നുമില്ല. അത് തനിയെ ഹീലായി പോയി. നിങ്ങൾ എന്നെ വിളിച്ച് പറയാറുണ്ടല്ലേ ജിഷ ഇങ്ങനെ ഇതുണ്ട്. പിന്നെ എനിക്ക് പക്ഷെങ്കില് അപ്പൊ പോലും അത് ഹീലായി പോകുന്നു. പിന്നെ എനിക്ക് വീട്ടുപണി തുടങ്ങിയത് പൊടി വന്നിട്ട് അലർജി വന്നിട്ട് ചുമ വന്നിട്ട് അതും അങ്ങ് പോയി. ഒന്നിനും മരുന്നെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിന് നോക്കി ആ വിശപ്പിനെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാല് അത് ഹീലായി അപ്പൊ നമ്മൾ നോക്കിയാട്ടെ രണ്ടും നമ്മൾ ഡോക്ടർക്ക് പോയിട്ടില്ലേലും നമുക്ക് മാറുന്നുണ്ട്. അക്യുപഞ്ചർ ചെയ്താൽ പോലും ചെയ്തില്ലേ പോലും ആ ഒരു മാറ്റം വരുന്നുണ്ട് അല്ലേ? ഓക്കെ, താങ്ക് യു.